നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അത്യപൂർവ സൂര്യഗ്രഹണത്തിന് സാക്ഷിയാകാൻ ലോകം ഒരുങ്ങിയിരിക്കുകയാണ്. പകലിനെ രാവാക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് ഇന്ന് നടക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇത് രാത്രി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് പണ്ട് മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ആചാരങ്ങൾ, പല കഥകളും ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയുമാണ്. പക്ഷെ അതിലൊന്നും വീഴേണ്ടതില്ല. ഇപ്പോൾ അമേരിക്കയിലെ പല ഇടങ്ങളിലുമാണ് സ്കൂളുകൾക്ക് അവധി അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മെക്സിക്കോയുടെ പസഫിക് തീരത്ത് പ്രാദേശിക സമയം രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. 7 മിനിറ്റിലേറെ ഇത് നീണ്ടു നിൽക്കുമെന്നാണ് വിലയിരുത്തൽ. കാനഡ, US, മെക്സിക്കോ, വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സൂര്യഗ്രഹണം ദൃശ്യമാകും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 9:12 ആരംഭിച്ച ഏപ്രിൽ, അതായത് നാളെ പകൽ 2:22 അവസാനിക്കും. രാത്രി ആയതിനാൽ തന്നെ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകില്ല. സൂര്യഗ്രഹണ സമയത്ത് വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ ഇരുട്ടിലാകുമെന്നും സന്ധ്യയ്ക്ക് സമാനമായ പ്രകാശമാകും അനുഭവപ്പെടുക എന്നുമാണ് വിദഗ്ധർ പറയുന്നത്. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്ന കാനഡയിലേക്കും സമ്പൂർണ്ണ സൂര്യഗ്രഹണം വ്യാപിക്കും. നക്ഷത്രങ്ങൾ പോലും ദൃശ്യമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇവ ദർശിക്കാൻ സാധിക്കും. ഭൂമിയുടെ എവിടെയെങ്കിലും 18 മാസത്തിലൊരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട്. 100 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയം മാത്രം ദൃശ്യമാവുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുക. 50 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമാകും ഇതെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. 7.5 മിനിറ്റ് വരെ ഗ്രഹണം നീണ്ടു നിൽക്കും. 126 വർഷത്തിന് ശേഷമാകും ഇത്തരമൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം വീണ്ടും സംഭവിക്കുക. അതായത് 126 വർഷം കാത്തിരിക്കേണ്ടി വരും. ഇനി ഒരേ സമ്പൂർണ്ണ സൂര്യഗ്രഹണം അതേ സ്ഥലത്ത് വീണ്ടും സംഭവിക്കാൻ 400 മുതൽ 1000 വർഷം വരെ എടുക്കും. ഈ സൂര്യഗ്രഹണം മെക്സിക്കോയിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വഴി കാനഡയിലേക്കും വ്യാപിക്കും. ഇത് വടക്കേ അമേരിക്കയിൽ 2033 വരെ അലക്സയിൽ വീണ്ടും ദൃശ്യമാകില്ല. കൂടാതെ 2044 വരെ പടിഞ്ഞാറൻ കാനഡ, മൊഡാന, നോർത്ത് ഡക്കോഡ എന്നിവിടങ്ങളിൽ നമുക്ക് ദൃശ്യമാവുകയുമില്ല. അതേസമയം ഇന്നും ഇത്തരം ഗ്രഹണങ്ങൾ സംബന്ധിച്ച ചില അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും വന്നിരിക്കുകയാണ്. സൂര്യഗ്രഹണത്തിന്റെ പ്രഭാവം അമേരിക്കയിൽ വ്യക്തമാണ്. അവിടെ ഗുരുതരമായ സാഹചര്യം ഉണ്ടാകും. കൂട്ടമരണങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത, വലിയ അഴിമതികൾ എന്നിവ ഗ്രഹണം സൂചിപ്പിക്കുന്നു. മധ്യ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും ഇതിന്റെ പ്രത്യാഘാതം കൂടുതലായി അനുഭവപ്പെടും. സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ തുടർന്ന് അമേരിക്കയിലെ 100 കണക്കിന് സ്കൂളുകൾ ഏപ്രിൽ 8 അടച്ചിടും. ഈ പ്രദേശങ്ങളിൽ അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. കാനഡയിൽ മീനരാശിയിൽ രാഹുവിന്റെ സംക്രമണം രാജ്യത്തിന്റെ ജാതകത്തിന്റെ ലഗ്നയെ ബാധിച്ച സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. ഇത് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ജന്മചന്ദ്രനെയും ബാധിക്കുമെന്നടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട 2 വലിയ ആക്രമണ സംഭവങ്ങളെങ്കിലും അമേരിക്കയിലെ സമൂഹത്തെയും ലോക മനസാക്ഷിയെയും ഞെട്ടിക്കും വിധം ഉണ്ടാകുമെന്ന് പറയുന്നുമുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ അതൊരു അന്ധവിശ്വാസമായി തന്നെ ഒരു വശത്ത് ഉണ്ട്. പക്ഷെ നമുക്ക് കാത്തിരിക്കാം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ ദൃശ്യമല്ല, പക്ഷെ അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം.